അതെ, ആദ്യമായിട്ടാണ് ഞാനും വിനീഷേട്ടനും മാത്രമായിട്ട് വൃശ്ചികത്തിന് പോകുന്നത് ഓച്ചിറയിൽ. സാധാരണ പോകുമ്പോൾ ഒന്നെങ്കിൽ അമ്മ കാണും, അതല്ലെന്നുണ്ടെങ്കിൽ അമ്മാള് കാണും, ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ കാണും. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഒരു മാത്രമായിട്ട് ഓച്ചിറയിൽ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ നടന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, കുറച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണം, ഇത്രയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ അമ്പലത്തിന്റെ ബാക്കിൽ കൂടെയാണ് കയറുന്നത്. അതുകൊണ്ട് കുടിലുകളും കാര്യങ്ങളും അവരുടെ രീതികൾ, അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. കുറച്ച് കൊണ്ട് നടന്ന് ചെന്നപ്പോഴല്ലോ ഈ ന്യൂട്രീഷൻ ഫുഡ് വേറെ സെന്റർ ഉണ്ടല്ലോ, അത് കാണും, ന്യൂട്രീഷൻ സെന്റർ കണ്ടു. അപ്പൊ എനിക്കൊരാഗ്രഹം നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കണം, മാത്രമല്ല ഫാറ്റിന്റെ കാര്യം, ബോഡി ഫാറ്റിന്റെ കാര്യമൊക്കെ അതിനകത്ത് അറിയാനൊക്കെയുള്ളൂ. അപ്പൊ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കയറി, വിനീഷേട്ടനും കയറി. രണ്ടുപേരും വെയിറ്റ് ഹൈറ്റ് ഫാറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പുറമേ കാണുന്ന ഈ മുടി മാത്രമേ ഉള്ളൂ, ഉള്ളിലെല്ലാം പ്രശ്നമാണ്, നോക്കിയിട്ടില്ലാന്ന് തോന്നി. പിന്നെ അവർ കുറച്ച് അവരുടേതായ ഫുഡുകൾ കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ, എങ്ങനെയാണ് ഫുഡ് കഴിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. നടന്നാലും നമ്മളൊന്നും തീരത്തില്ലോ, നമുക്കറിയാലോ ഓച്ചിറയിലെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ വർഷവും നമ്മൾ പോകുന്നതല്ലേ, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, പലതരത്തിലുള്ള കടകൾ കാണാനുണ്ട്, പല തരത്തിലുള്ള സാധനങ്ങൾ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ ചുമ്മാ നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ തിരക്കാണെന്നേ, അത് കാരണം നമ്മളൊന്നും വാങ്ങിയില്ല. റൈഡ്സിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോവുകയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടുത്തെ തിരക്ക് വെച്ച് നമുക്ക് കൈ പിടിച്ചൊന്നും നടക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാ പോയത്, കൈ പിടിച്ച് നടക്കാൻ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരുന്നു. കുറേ ദൂരം ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഐസ്ക്രീം. നമ്മൾ ഓച്ചിറയിൽ പോയാലോ അല്ലെങ്കിൽ ബീച്ചിൽ പോയാലോ അത് കഴിക്കാൻ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരത്തേയില്ല. ഐസ്ക്രീം കണ്ടപ്പോഴാണ് ഓർത്തത് വിനീഷന് കഴിക്കാൻ പറ്റില്ലല്ലോ, എന്നാലും സാറില്ല താൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഐസ്ക്രീം എനിക്ക് വാങ്ങി തന്നു, ഒരു കോൺ ഐസ്ക്രീം നമുക്ക് വാങ്ങി തന്നിട്ടോ. പിന്നീടുള്ള കാഴ്ചകൾ മൊത്തം അത് കഴിച്ചുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെയും കുറേ ദൂരം നടന്നത് അങ്ങനെ തീരുന്നില്ല. കുറേ സമയം കഴിയും തോറും, നേരെ ഇരുട്ടും തോറും ഇങ്ങനെ തിരക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മഴയുടെ ഒരു കൂരാപ്പുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറി നിൽക്കാൻ കൂടി പറ്റില്ല. അത് കാരണം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെയും നമ്മൾ കുറച്ച് ദൂരം നടന്നു നടന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ കൊലുസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കറുത്ത കൊലുസ് ഇടുന്നത്. അത് സിംഗിളായിട്ട് കൊടുക്കുമെന്ന് വെച്ചു, തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് ഞാൻ കാലിലിട്ട് കൊള്ളാം എന്ന് പറയണം കേട്ടോ. പിന്നെ വിനീഷേട്ടൻ അവിടുന്ന് ഒരു ചെയിൻ വാങ്ങി. പുള്ളി വളയാണ് നോക്കി പോയത്, അത് കിട്ടിയില്ല, അളവിനനുസരിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് വിനീഷേട്ടൻ ഒരു ചെയിൻ വാങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.